നമസ്കാരം. ഇന്ത്യൻ എക്കോണമിയിൽ ഈ അടുത്ത് നടന്ന ഉൽപാദന സേവന മേഖലയിൽ അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് സെക്ടറിൽ നടന്നിട്ടുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സുകളും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. നമുക്ക് എന്താണ് ഈ സാമ്പത്തിക തട്ടിപ്പെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 12 മാസമാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അതായത് 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള ഒരു കാലയളവിനെയാണ് നമ്മൾ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദം എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാസത്തിൽ ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറഞ്ഞ ഈ 3 മാസത്തിൽ 15,851 കോടി രൂപയുടെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തതായിട്ട് GST ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? ഇത് മനസ്സിലാവണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മാനുഫാക്ചററോ ഒരു ട്രേഡറോ തന്റെ സ്ഥാപനത്തിലോട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അദ്ദേഹം അതിന് വില കൊടുക്കുന്നത് ഒന്ന് ആ പ്രൊഡക്റ്റിന്റെ വില, അതിന്റെ കൂടെ അതിന്റെ GST എമൗണ്ട് കൂടെയാണ്. അഥവാ ഒന്നുകൂടെ വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 100 രൂപ പ്ലസ് അതിന് 18% GST ഉണ്ടെങ്കിൽ 18 രൂപ GST ഇനത്തിലും അങ്ങനെ 118 രൂപയാണ് ഒരു മാനുഫാക്ചററോ ഒരു ട്രേഡറോ തന്റെ സ്ഥാപനത്തിലോട്ട് ഗുഡ്സോ അസംസ്കൃത വസ്തുക്കളോ വാങ്ങിക്കുമ്പോൾ തന്റെ സപ്ലയർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഈ മാനുഫാക്ചററും ട്രേഡറും വാങ്ങിക്കുന്ന ഈ ഗുഡ്സിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിന്റെ പുറമെ അവർ കൊടുക്കുന്ന ഈ 18 രൂപ ടാക്സ്, അതായത് ഈ മാനുഫാക്ചററും ട്രേഡറും തന്റെ സപ്ലയർക്ക് കൊടുക്കുന്ന 18 രൂപ ടാക്സിന് ഇൻപുട്ട് ടാക്സ് എന്ന പേരിലും അറിയപ്പെടും. മറ്റൊന്നാണ് സെയിൽസ്. അഥവാ ഒരു മാനുഫാക്ചററോ ഒരു ട്രേഡിംഗ് ഫേമോ തന്റെ സ്ഥാപനത്തിലുള്ള പ്രോഡക്ട്സുകൾ തന്റെ കസ്റ്റമേഴ്സിന് വിൽക്കുന്ന പ്രോസസ്സിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഈ വിൽപ്പനക്ക് അവർ വില നിശ്ചയിക്കുന്നത് ഈ പ്രോഡക്റ്റിന്റെ കോസ്റ്റ്, then അവരുടെ ലാഭം, അതിന്റെ കൂടെ പ്ലസ് GSTയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റിന് അവർ ഒരു സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 100 രൂപയുടെ പ്രോഡക്റ്റ് അവിടെ നമ്മൾ അതിന് മുകളിൽ 18% ടാക്സ് കൊടുത്തിട്ടുണ്ട്. ആ 18% ടാക്സ് 118 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ച ഉൽപ്പന്നം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ വിൽക്കുന്നത് 200 രൂപക്കാണ്. 200 രൂപക്ക് വിൽക്കുന്ന സമയത്ത് 200 രൂപ പ്ലസ് അതിന് മുകളിൽ 18% GST നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. അഥവാ 236 രൂപ, 200 രൂപ പ്ലസ് 36 രൂപ GST ഇനത്തിൽ ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ 236 രൂപക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ ഈ സെല് ചെയ്യുന്ന പ്രോഡക്റ്റിനെ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് എന്നും ഇതിന്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന GSTയെ ഔട്ട്പുട്ട് ടാക്സ് ആയിട്ടും കണക്കാക്കാം. നമ്മുടെ GST ആക്ട് പ്രകാരം ഒരു GST രജിസ്ട്രേഷൻ ഉള്ള വ്യക്തിക്ക് മാത്രമേ ഗവൺമെന്റിലോട്ട് GST അടക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിറ്റ പ്രോഡക്റ്റിന്റെ മുകളിൽ കസ്റ്റമർ തന്ന ടാക്സ് നമ്മളാണ് ഗവൺമെന്റിലോട്ട് അടക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോ കളക്ട് ചെയ്ത 36 രൂപ നമ്മൾ ടാക്സ് ഇനത്തില് GST ആയിട്ട് ഗവൺമെന്റിലോട്ട് അടക്കേണ്ടത്. ഇവിടെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന ആശയത്തിന്റെ റെലവൻസ്. അതായത് നമ്മൾക്ക് വിറ്റ സമയത്ത് കിട്ടിയ 36 രൂപ ടാക്സ് ഗവൺമെന്റിലോട്ട് അടക്കുമ്പോൾ നമ്മൾ നേരത്തെ അടച്ച 18 രൂപ ടാക്സ് ഉണ്ട്. അതായത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് വഴി നമ്മൾ അടച്ച ടാക്സ്, അതിന് നമ്മൾ വിളിച്ച പേരെന്താ? ഇൻപുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സ് അഥവാ 36 രൂപയെന്ന് നമ്മൾ നേരത്തെ അടച്ചിട്ടുള്ള 18 രൂപയായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് കുറച്ചതിന് ശേഷം അഥവാ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന 18 രൂപ മാത്രം ഗവൺമെന്റിലോട്ട് അടച്ചാൽ മതി. ഇതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അടക്കാനുള്ള ടാക്സ് നമ്മൾ നേരത്തെ അടച്ച ടാക്സ് കുറച്ച് ബാക്കി എമൗണ്ട് അടക്കുന്നതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ മുകളിലാണ് ഇപ്പൊ ആരോപണം നിലനിൽക്കുന്നത്. അഥവാ 15,851 കോടി രൂപ വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിമുകൾ വ്യാപാരികൾ നടത്തി എന്ന് പറഞ്ഞാണ്
GST ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൽ ഏകദേശം 1200 വ്യാജ കമ്പനികൾ ശരാശരി ഒരു മാസം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ടാക്സ് തട്ടിപ്പിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വ്യാജ ITC ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഇത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരം കമ്പനികളുടെ എണ്ണത്തിൽ ഈ വർഷം വലിയ രജിസ്ട്രേഷൻ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.